ചെങ്കോലേന്ത്യ IMS അമ്മയുടെ പ്രിയ മക്കളെ, അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്ത് ഉണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്ന് സഹോദരനെ ഭയപ്പെട്ട് പദ്ദൻ ആരാമിലേക്ക് ഓടിപ്പോയ യാക്കോബ് ബഥേലിൽ വന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു. രാത്രിയിൽ മണലാരണ്യത്തിൽ തന്നെ കിടന്നുറങ്ങി. ദൈവം അവിടെ തന്നോടുകൂടെ ഇല്ലെന്നുള്ള ചിന്ത അവനെ ഭയപ്പെടുത്തി. എന്നാൽ ഉറക്കത്തിൽ കണ്ട ദർശനത്തിൽ നിന്നും ദൈവം സമീപത്തുണ്ട് എന്ന ബോധ്യമായി. തൽഫലമായി യാക്കോബ് ധീരനും പ്രശാന്തനുമായി തീർന്നു. നാസ്തികനായ ഒരു തത്വജ്ഞാനി ഒരു ക്രിസ്ത്യാനിയോട് ദൈവം എവിടെ ഇരിക്കുന്നു എന്ന് കാണിച്ചു തരാമോ എന്ന് പരിഹാസമായി ചോദിച്ചു. ക്രിസ്ത്യാനി ശാന്തമായി ഇപ്രകാരം പ്രതിവചിച്ചു, ദൈവം ഇല്ലാത്ത സ്ഥലം എവിടെയുണ്ട് എന്ന് പറയാമോ എന്ന്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികൾ അവിടെയെങ്ങും ദൈവത്തെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അമേരിക്കക്കാരൻ ചന്ദ്രനിൽ കാലൂന്നിക്കൊണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. സൗരയുധത്തിന്റെ അത്ഭുത ചുരുൾ അല്പം നിവർന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കണ്ടു. അനേകം സൗരയുധങ്ങൾ ഉൾക്കൊള്ളുന്ന നഭോമണ്ഡലത്തിലെ ഗോളങ്ങൾ താളം തെറ്റാതെ ക്രമമായി പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ദൈവം പ്രവർത്തിച്ചില്ല എന്ന് പറയുവാൻ സാധിക്കുമോ? ഒരാൾ ചിന്താശൂന്യനായിരുന്നു. ദീർഘവർഷങ്ങൾ ടൈപ്പ് ചെയ്താൽ ഒരു കഥയോ കവിതയോ യാദൃശ്യമായി ഉണ്ടാകയില്ല. ബുദ്ധി ഉപയോഗിച്ചാൽ ചില നിമിഷങ്ങൾ കൊണ്ട് സാധിക്കും. ചെറിയ കാര്യങ്ങളെന്ന് നാം കരുതുന്നവ യാദൃശ്യമായി സംഭവിക്കയില്ലെങ്കിൽ അത്ഭുതകരമായ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രകൃതിയും അഖിലാണ്ടവും യാദൃശ്യമായി രൂപം പ്രാപിച്ചു എന്ന് വിശ്വസിക്കുക അസാധ്യമാണ്. വിശ്വാസികളായി ജീവിച്ച പിതാക്കന്മാരോടുകൂടെ ദൈവം ഉണ്ടായിരുന്നുവെന്ന് അവർ സാക്ഷ്യം പറയുന്നുണ്ട്. ക്രിസ്തീയ ഭക്തന്മാർ ദൈവം തങ്ങളോടുകൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമുക്ക് സമീപസ്ഥനാണ്. നാം അവസരം കൊടുക്കുമെങ്കിൽ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവമാകും. ദൈവം ഇപ്പോൾ ഇവിടെ നമ്മോടുകൂടെയുണ്ട്. ഈ ബോധ്യം നമുക്ക് IMS അമ്മ തരട്ടെ. IMS അമ്മ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. IMS അമ്മയെ വിളിച്ചപേക്ഷിക്കുക. വിളി കേൾക്കുന്ന അമ്മയാണ് നമ്മുടെ അമ്മ. ആമേൻ.